ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവൽ മിൽക്കാണ്. മലബാറിൻ്റെ സ്പെഷ്യലാണ് ഈ അവൽ മിൽക്ക്. അപ്പോൾ ഞാൻ ചെറിയതായിട്ട് എൻ്റെ രീതിയിലൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയതായിട്ട് വിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് ഒരു അരക്കപ്പ് അവൽ, ഞാൻ വറുത്തെടുത്ത അവലാണിത്. പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതാണിത്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് നട്ട്സാണ്. ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബൂസ്റ്റ് വേണം, പിന്നെ ഐസ്ക്രീം, പിന്നെ വേണ്ടത് പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റയാണ് എടുത്തേക്കുന്നത്. ശരിക്കും വേണ്ടത് ചെറുപഴമാണ്, മൈസൂർ പഴം. അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ റോബസ്റ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് പാലാണ്. പാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചാറ്റി നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലോട്ട് പഴം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ലൂസായി പോകണ്ട. നമുക്ക് കഴിക്കുമ്പോൾ ഇതൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിലോട്ട് അവൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ക്ലാസ് കുറച്ച് വലുതായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഴം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അവല കൂടുതൽ വേണ്ട വെച്ചാൽ അവൽ ചേർത്ത് കൊടുക്കുക. ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ബദാം ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ബൂസ്റ്റും കൂടിയും ചേർത്ത് കൊടുക്കാം. ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. പാൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചെടുത്ത പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീമും കൂടിയും വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിൽ. ഐസ്ക്രീമൊക്കെ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. Thank you.